നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റാഫിഞ്ഞയ്ക്ക് പരിക്ക് പറ്റിയതിന് ജോൻ ലാപ്പോർട്ട ഫിഫയോട് കട്ടക്കലിപ്പിലാണ്. ഒരു ഫ്രണ്ട്ലി മത്സരമല്ലേ, അതിനൊക്കെ പോയിട്ട് ഇങ്ങനെ പരിക്ക് പറ്റി താരങ്ങളെ തിരിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടാകുന്നത് ശരിയല്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളും ന്യായങ്ങളും. അല്ലെങ്കിലും ബാഴ്സലോണ കലിപ്പിലാണ് റാഫിഞ്ഞയ്ക്ക് പരിക്ക് പറ്റിയത്. ഫ്രണ്ട്ലി മത്സരത്തിൽ അദ്ദേഹത്തെ ഇറക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യമെന്ന് നേരത്തെ തന്നെ പുറത്തേക്ക് വന്ന വാർത്തകളിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണിടോ. ആകെ കൊല്ലത്ത് കിട്ടുന്നത് വളരെ കുറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. അപ്പോൾ താരങ്ങളെ അതത് രാജ്യങ്ങൾ വിളിക്കും. പ്രത്യേകിച്ച് വേൾഡ് കപ്പിന് തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഈ സമയത്ത് പരിക്ക് പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കാം. അതിപ്പോൾ ബാഴ്സയ്ക്ക് കളിച്ചാൽ പരിക്ക് പറ്റൂലേ? ഇതൊക്കെയാണ് മറു ചോദ്യങ്ങളുള്ളത്. എന്തായാലും കോച്ച് ഹൻസി ഫ്ലിക്ക് ഇതിൽ നിരാശനാണ്. കാരണം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് അവരുടെ സീസൺ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ശനിയാഴ്ച ലലീഗയിൽ അവർ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുന്നു. കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ബുധനാഴ്ച വീണ്ടും അവർ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുന്നു. അത് യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്. അത് കഴിഞ്ഞാൽ എസ്പാനിയോളുമായിട്ടുള്ള ഡെർബി മാച്ചാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദം ഏറ്റുമുട്ടും. അപ്പോൾ ഇതിനൊക്കെ അവരുടെ പ്രധാന താരങ്ങളിലൊരാളായ റാഫിഞ്ഞോ ഉണ്ടാവില്ല എന്നുള്ളത് തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ജോൻ ലാപ്പോർട്ട തുറന്നു പറഞ്ഞിരിക്കുന്നത്, റാഫിഞ്ഞാസ് ഇഞ്ചുറി ഈസ് എ ഷെയിം. ഫിഫ നിർബന്ധമായിട്ടും അവരുടെ കലണ്ടർ ഉണ്ടാക്കുമ്പോൾ ഇത് കൺസിഡർ ചെയ്യണം. പ്ലെയേഴ്സ്, ബിഗ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സിനെ പരിഗണിച്ച് വേണം ഫിഫ കലണ്ടർ ഉണ്ടാക്കാൻ. ഇപ്പോൾ കഴിഞ്ഞു പോയതൊരു വെറും ഫ്രണ്ട്ലി മാച്ചാണ്. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ പറ്റിയേ? ഞങ്ങളുടെ ടീമിലെ ഏറ്റവും മികച്ച താരത്തിന് പരിക്ക് പറ്റി. ഓഫ് കോഴ്സ് ഇത് അനോയിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് താരങ്ങളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അവർ പ്രൊഫഷണൽസാണ്. അവരവരുടെ രാജ്യത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറാവും. അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്രൗഡഡ് ഷെഡ്യൂളാണ്. ഈ ഒരു ടൈം, സീസണിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ കിരീടങ്ങൾക്കായിട്ട് പോരാടുന്നൊരു സമയത്ത് കൊണ്ടുപോയിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്ക് വെക്കുന്നതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഫിഫ ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഫബ്രിസിയോ റൊമാനോ ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും ഇനിയിപ്പോൾ ഒരു മാറ്റം വരാനുള്ള സാധ്യതയില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ സീസണിലും മാർച്ച് ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ടാകും. അതിനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ളവരാണ് താരങ്ങൾ. അങ്ങനെയൊക്കെ തന്നെ പോവുക. പരിക്കൊക്കെ പറ്റുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്, സാധാരണമാണ്. പിന്നെ പരിക്ക് പറ്റുമ്പോൾ കിരീടങ്ങൾക്കൊക്കെ പോരാടുന്ന ടീമുകൾക്ക് അതുപോലെ സങ്കടം ഉണ്ടാവും. ഇങ്ങനെയുള്ള ദേഷ്യമൊക്കെ പുറത്തേക്ക് പ്രകടിപ്പിക്കാം, അത്ര തന്നെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.